ഹലോ സുഹൃത്തുക്കളെ, അഡോബ് ഇല്ലുസ്ട്രേറ്റർ CC 2015 പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അഡോബ് ഇല്ലുസ്ട്രേറ്ററിലെ ടൂൾസുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത്. നമുക്കൊരു പുതിയ ഫയൽ ഓപ്പൺ ചെയ്യാം. ഫയലിൽ നിന്ന് ന്യൂ ക്ലിക്ക് ചെയ്ത് ഇതിൽ നിന്ന് നമ്മുടെ പേപ്പറിൻ്റെ സൈസ് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഹാർഡ് ബോർഡ് സൈസ് ഓക്കെ പ്രസ് ചെയ്യുക. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ വൈറ്റ് ഏരിയ ഇതാണ് ഹാർഡ് ബോർഡ്. സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ടൂൾ ബോക്സ് ഇതിൽ നമുക്ക് സെലക്ഷൻ ടൂള് ഫസ്റ്റ് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് കാണിക്കാം. സെലക്ഷൻ ടൂള് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ആർട്ട് ബോർഡിൽ ഒബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യുന്നതിനാണ് സെലക്ഷൻ ടൂൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ഇപ്പം സിംഗിളായിട്ടുള്ള ഈ ഒബ്ജക്റ്റുകൾ എല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റ ഗ്രൂപ്പാക്കി മാറ്റുന്നതിന് വേണ്ടി സെലക്ട് ചെയ്യാൻ മൗസ് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ എല്ലാം ഒറ്റ ഒബ്ജക്റ്റായിട്ട് സെലക്റ്റായി. ഇതിന് മുകളിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇതെല്ലാം ഒറ്റ ഗ്രൂപ്പായ ഒബ്ജക്റ്റായി. ഇത് അൺഗ്രൂപ്പ് ചെയ്യുന്നതിന് വേണ്ടി റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അൺഗ്രൂപ്പ് പ്രസ് ചെയ്താൽ അൺഗ്രൂപ്പ് ചെയ്യാം. അതുകൂടാതെ സെലക്ഷൻ ടൂൾ കൊണ്ട് ഗ്രൂപ്പിന് മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇതിന് മുകളിൽ കാണുന്ന ഈ ഒരു ഭാഗം ഇതിന് ഐസൊലേറ്റഡ് ഒബ്ജക്റ്റ് എന്നാണ് പറയുന്നത്. ഇതെല്ലാം സിംഗിളായിട്ട് തന്നെയാണ് ഇപ്പോൾ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഇതിൽ ബാക്കിലേക്ക് വന്നാൽ ഗ്രൂപ്പ് ഒബ്ജക്റ്റ് തന്നെ നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ ആർട്ട് ബോർഡിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തത് ഡയറക്റ്റ് സെലക്ഷൻ ടൂളാണ്. ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റ് മാത്രം, ഏതെങ്കിലും ഒരു ഭാഗം മാത്രം സെലക്ട് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ അതിന് മാറ്റം മോഡിഫൈ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഈ ഭാഗം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ ഭാഗം മാത്രം സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. അതുപോലെ ഇത് രണ്ടും കൂടെ ഇങ്ങനെ സെലക്ട് ചെയ്ത് ഇവിടെ നമുക്ക് ജോയിൻ ക്ലിക്ക് ചെയ്താൽ പഴയ പോലെ അത് ജോയിൻ്റ് ആവും. ഗ്രൂപ്പ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് വേണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് വേണ്ടാത്തത് ഡിലീറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് എങ്ങോട്ടെങ്കിലും നീക്കി വെക്കണമെങ്കിൽ അത് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ഗ്രൂപ്പ് സെലക്ഷൻ ടൂള്. ഗ്രൂപ്പ് സെലക്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റ് ഇത് മൊത്തത്തിൽ നമ്മൾ മുമ്പ് ഗ്രൂപ്പ് ചെയ്തതാണ്. ഈ ഗ്രൂപ്പ് ചെയ്തതിൽ നിന്നും ഇതിപ്പം സെപ്പറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്യാം. വേണ്ടാത്തത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യിക്കാം. ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ കൊണ്ട് ഈ ഓരോ ഭാഗങ്ങൾ മാത്രം സെലക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. സെലക്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ മുമ്പ് കാണിച്ച പോലെ സെലക്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്ത് അൺഗ്രൂപ്പ് ചെയ്ത്
അഡോബ് ഇല്ലുസ്ട്രേറ്റർ CC പുതിയ വെർഷനിൽ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ നോഡുകൾ കാണാം. ഈ നോഡിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ നമുക്കിത് കോർണറുകൾ റൗണ്ട് ചെയ്യാൻ സാധിക്കും. ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ കൊണ്ട് ഒരു ഭാഗം മാത്രം സെലക്ട് ചെയ്താൽ നമുക്ക് ആ ഭാഗത്തെ നോഡ് ഡ്രാഗ് ചെയ്താൽ ആ ഭാഗം മാത്രം കർവ് ആവും. അപ്പോൾ സെലക്ഷൻ ടൂള്, ഡയറക്റ്റ് സെലക്ഷൻ ടൂള്, ഗ്രൂപ്പ് സെലക്ഷൻ ടൂള് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അടുത്തത് മാജിക് വാൻ ടൂൾ. മാജിക് വാൻ ടൂൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ആർട്ട് ബോർഡിലുള്ള ഒരേ കളർ വരുന്ന ഒബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യാം. ഒരേ കളർ വരുന്ന ലൈനുകൾ, ഒരേ കളർ വരുന്ന ലൈനുകൾ പുറമെ ഒരേ തിക്നെസ്സുകൾ, പല തിക്നെസ്സിലുള്ള ലൈനുകൾ ഉണ്ടാവും. അത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. മാജിക് വാൻ ടൂൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് ഫിൽ കളർ, ഒരേ ഫിൽ കളർ വരുന്നത്, ഒരേ ലൈൻ്റെ സ്ട്രോക്ക് കളർ വരുന്നത്, ഒരേ സ്ട്രോക്ക് വെയിറ്റ് വരുന്നത്, ഒപ്പാസിറ്റി, ബ്ലെൻഡിങ് മോഡ്, ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് മാജിക് വാൻ ടൂൾ കൊണ്ട് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഈ റെഡിൽ ഞാൻ ക്ലിക്ക് ചെയ്താൽ റെഡ് ഒപ്പാസിറ്റി വരുന്ന, റെഡ് ഫിൽ ചെയ്തിട്ടുള്ള എല്ലാ കളറുകളും സെലക്ട് ആവുന്നതാണ്. ഇവിടെ ഈ ലൈനിൽ ക്ലിക്ക് ചെയ്ത് ഒരേ തിക്നെസ് ഉള്ള ലൈനുകൾ അതിൽ സെലക്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സ്ട്രോക്ക് കളറിലാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഒരേ സ്ട്രോക്ക് ഉള്ള കളറുകൾ മാത്രം അതിൽ സെലക്ട് ആയി. ബ്ലെൻഡിങ് മോഡ് സെലക്ട് ചെയ്താൽ ഇവിടെ നമ്മുടെ മൾട്ടിപ്ലൈ, ഇതെല്ലാം ബ്ലെൻഡിങ് മോഡിലേക്ക് നമുക്ക് മാറ്റാം. ഇവിടെ ഞാൻ മൾട്ടിപ്ലൈ കൊടുത്തു, ഒരു കോപ്പി ഇവിടെ എടുത്ത് അതിന് ഞാൻ മൾട്ടിപ്ലൈ കൊടുക്കുക. ഇപ്പം മാജിക് വാൻ ടൂൾ കൊണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്തപ്പം മൾട്ടിപ്ലൈ ആയിട്ടുള്ള ബ്ലെൻഡിങ് മോഡായി മാത്രമാണ് ഇപ്പം സെലക്ട് ആയിട്ടുള്ളത്. ഈ രണ്ടെണ്ണം മാത്രം സെലക്ട് ആയിട്ടുള്ളൂ. അടുത്തത് ലാസോ ടൂൾ. ലാസോ ടൂൾ കൊണ്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് ചില ഒബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടി ലാസോ ടൂൾ ഉപയോഗിക്കാം. ഉദാഹരണം, ഇപ്പം ഈ ഭാഗം മാത്രം സെലക്ട് ചെയ്തു. ചില ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ കൊണ്ടോ ഒന്നും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റാത്ത ചില ഭാഗങ്ങളുണ്ടാവും. ഇതെല്ലാം ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്ത് സിംഗിളായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്.
ഇതുകൊണ്ട് ലാസോ ടൂൾ കൊണ്ട് നമുക്ക് ഇത് മാത്രം ഡ്രോ ചെയ്ത് ഇത് മാത്രം സെലക്ട് ചെയ്യാം.